ദുരൂഹ സാഹചര്യത്തിൽ പറന്നെത്തിയ ചാര ബലൂൺ അജ്ഞാത വസ്തുക്കളും ചൈനയുടേതല്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിവെച്ചിട്ട ബലൂൺ ചൈനയിൽ നിന്നുള്ള നിരീക്ഷണ വസ്തുക്കളാണെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയുടെ ചാര ബലൂൺ വെടിവെച്ചിട്ടതിന് താൻ മാപ്പൊന്നും പറയില്ലെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഈ വിഷയത്തിൽ ഉടൻ തന്നെ സംസാരിക്കുമെന്നും US ഒരിക്കലും പുതിയൊരു ശീതയുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി. നേരത്തെ US-ലെ ആണവായുധ കേന്ദ്രങ്ങൾക്ക് മുകളിലായി ചൈനയുടെ വെളുത്ത നിറത്തിലുള്ള ചാരവിമാനത്തെ കണ്ടിരുന്നു. ഇതിനു പിന്നാലെ US ഇത് തകർക്കുകയായിരുന്നു. പ്രധാനമായും കാലാവസ്ഥാ ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു സിവിലിയൻ എയർഷിപ്പാണെന്ന് ചൈന അവകാശപ്പെട്ട ഭീമ ബലൂണാണ് ഫെബ്രുവരി 4-ന് US വെടിവെച്ച് തകർത്തത്. ഇത്തരം ചെറിയ വസ്തുക്കളെ കണ്ടെത്തുന്നതിനായി റഡാർ സംവിധാനങ്ങളും US ശക്തമാക്കിയിരുന്നു. ഇതെല്ലാം ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. എന്നാൽ ഇവ ചാര ബലൂണുകളല്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ ബലൂണുകളാണെന്നായിരുന്നു ചൈനയുടെ വാദം. അതേസമയം ചൈനയുടെ വാദത്തെ തള്ളിക്കൊണ്ട് ഇവ ചാരപ്രവർത്തിക്കായി എത്തിയതാണെന്ന് US മറുപടി നൽകിയിരുന്നു. നയതന്ത്ര തലത്തിൽ വരെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ വിഷയമായി ചൈനയുടെ ചാര ബലൂൺ മാറിയ സാഹചര്യത്തിലാണ് ഇതുവരെ വെടിവെച്ചിട്ട ചാര ബലൂണും അജ്ഞാത വസ്തുക്കളും ചൈനയുടേതോ മറ്റേതെങ്കിലും രാജ്യത്തിന്റേതോ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന വിശദീകരണവുമായി ബൈഡൻ രംഗത്തെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.